ഞാൻ ഇത്ര നേരം ഇങ്ങനെ പിടിച്ചു നിൽക്കുകയായിരുന്നു. കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. IITs അറിയാമല്ലോ, ഏറ്റവും ക്രീം മൈൻഡ്സ് ഓഫ് ഇന്ത്യ. എല്ലാ മാസവും 2-3 കുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്നു. സോ ഇതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് റെസിലിയൻസ് കുറവാണ്. ഏതാത് സർവ്വ പുനർലഭ്യ, എല്ലാം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. ന ശരീര പുനഃപുന എന്ന് പറയാറുണ്ട്. ശരീരം എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അതിനെ തിരിച്ചെടുക്കാൻ പറ്റില്ല. ഏറ്റവും പ്രധാനപ്പെട്ട സക്സസ് ജീവിതത്തിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരോഗ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഹയസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും കൊടുക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം നിങ്ങളുടെ മരണം വരെ നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളുടെ ശരീരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കൺസിസ്റ്റൻസിയാണ് ശരിക്കും സക്സസിന്റെ ഒരു സീക്രട്ട് മന്ത്രം. ആരോഗ്യപരമായി പിന്നെ വിദ്യാഭ്യാസപരമായിട്ട് നമ്മൾ പല രീതിയിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ഫാസ്റ്റ് എമർജിങ് ആയിട്ടുള്ള ഒരു നേഷനാണ് ഭാരതം. പക്ഷെ അറ്റ് ദ സെയിം ടൈം എല്ലാ 16 മിനിറ്റിലും ഒരു പെൺകുട്ടിക്ക് നേരെ ഒരു അറ്റാക്ക് നടക്കുന്നുണ്ട്, ഒരു റേപ്പ് അറ്റംപ്റ്റ് നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആലോചിക്കും എന്തുകൊണ്ട് ഇത്രയും രീതിയിൽ ഇവോൾവ് ചെയ്തൊരു രാജ്യത്തും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നു. അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും ഇത്തരമൊരു സാഹചര്യത്തിനെ എങ്ങനെ നേരിടണം എന്നുള്ള ഒരു എഡ്യൂക്കേഷൻ പെൺകുട്ടികൾക്ക് കൊടുത്തിട്ടില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു കാര്യം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഡാൻസ് ആകട്ടെ, നിങ്ങൾ ചെയ്യുന്ന ഏത് സ്കിൽസ് ആവട്ടെ, ജോലിയാകട്ടെ, എന്ത് കാര്യത്തിലും നിങ്ങൾ ഓരോ ദിവസവും കുറച്ച് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരുന്നാൽ ആഫ്റ്റർ എ പീരീഡ് ഓഫ് ടൈം നിങ്ങൾ അതിൽ എക്സ്പെർട്ട് ആയിരിക്കും. ആ കോൺഫിഡൻസ് ലെവൽ നിങ്ങൾക്ക് വന്നു ചേരും. സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും ഫൗണ്ടേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്വാസമാണെന്ന് നമ്മൾ തിരിച്ചറിയാം. നമ്മളൊരു എക്സസൈസ് എന്നുള്ള നിലയിൽ നമ്മൾ കളരിപ്പയറ്റിനെ കാണുകയാണെങ്കിൽ അതൊരു ബെസ്റ്റ് കാർഡിയോവാസ്കുലർ എക്സസൈസ് ആണ്. ഹൃദയത്തിനെ ശക്തിപ്പെടുത്തുന്ന ഒരു എക്സസൈസ് ആണെന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ലോകം പ്രകാശപൂരിതമാക്കാൻ ഇനി അസാസ് LED ലൈറ്റ്സ്. വീട്ടിലേക്കും ഓഫീസിലേക്കും ഇനി ദ കംപ്ലീറ്റ് ലൈറ്റിംഗ് സൊല്യൂഷൻസ്. അസാസ് എന്നാൽ ക്വാളിറ്റിയാണ്. അപ്പൊ ഇനി മറക്കണ്ട, അസാസിലേക്ക് പോവാം. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറയിൽ ഇന്ന് ഡോക്ടർ ശ്രീ എസ് മഹേഷ് ഗുരുകുലം. സർ, വെൽക്കം ടു ദ ഷോ. ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരുപാട് സന്തോഷം. സർ, ഒരുപാട് ലൈഫ് സ്റ്റൈൽ ലൈഫ് ജേർണി ഉള്ള ഒരാളാണ്, ഒരുപാട് ജീവിത അനുഭവങ്ങളുള്ള ഒരു ആളാണ്. അപ്പൊ അതെന്ന രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്, നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ഒരു പോസിറ്റീവ് ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള സാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു കീ നോട്ട് ഉണ്ടോ, ഒരു സക്സസ് നോട്ട് ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും? നമുക്ക് സക്സസ് നോട്ടിലൂടെ തുടങ്ങാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നിടത്ത് കൺസിസ്റ്റൻസി എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്. നമ്മളെപ്പോഴും മോട്ടിവേഷനും കൺസിസ്റ്റൻസിയെ കുറിച്ചും സംസാരിക്കാറുണ്ട്. ഇപ്പം നിങ്ങൾ ഹെൽത്തിനെ കുറിച്ചൊരു മോട്ടിവേഷൻ കിട്ടുന്നു എന്ന് വെച്ചോളൂ. ഇപ്പം അടുത്ത ദിവസം മുതൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നു, ജിമ്മിൽ പോകുന്നു, കളരികളിൽ പോകുന്നു. അടുത്ത ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ആ മോട്ടിവേഷന്റെ ലെവൽ എന്ത് ചെയ്യും? കുറഞ്ഞു നമ്മൾ താഴേക്ക് വരും. പക്ഷെ അതേസമയം മോട്ടിവേഷൻ നിങ്ങൾ ഒരു പെട്ടെന്ന് ഒരു സ്പിരിറ്റിൽ മുകളിലേക്ക് കൊണ്ടുപോവാണെങ്കിൽ കൺസിസ്റ്റൻസിയാണ് ശരിക്കും സക്സസിന്റെ ഒരു സീക്രട്ട് മന്ത്രം. അതായത് സക്സസ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഒരിക്കലും ജീവിതത്തിൽ ഒരിടത്തും എത്തിച്ചേരുന്നില്ല. നമ്മൾ ഒരു പോയിന്റിനെ സക്സസ് ആയിട്ട് കാണുവാണ്. അതിനുവേണ്ടി നമ്മൾ ആസ്പയർ ചെയ്ത് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്കറിയാം മനസ്സാണ് ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള ഒരു ആയുധം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആസ്പയർ ചെയ്യുന്ന ഒരു സക്സസ് നോട്ടിലേക്ക് എത്താൻ വളരെ ഈസി ആയിട്ട് നമുക്ക് പറ്റും. എത്തിച്ചേർന്നാൽ പിന്നെ അടുത്തൊരു സക്സസ് പോയിന്റ് നമ്മൾ സെറ്റപ്പ് ചെയ്യുകയാണ്. ആ ഒരു ലെവലിലേക്ക് ലൈഫിന് എത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊരു പോയിന്റിലേക്ക് നീങ്ങുവാണ്. ശരിക്കും ബിലീവ് ഇൻ ദ പ്രോസസ് എന്ന് നമ്മൾ പറയും. ശരിക്കും ഒരു പ്രോസസ്സിൽ ബിലീവ് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഈ കൺസിസ്റ്റൻസിയിൽ പല പോയിന്റ്സിലും സക്സസും ഫെയിലുവേഴ്സും കോയിൻസൈഡ് ചെയ്തുകൊണ്ടിരിക്കും. അത് സ്വാഭാവിക പരിണാമങ്ങളാണ്. ചില സമയങ്ങളിൽ നമ്മുടെ നോളജ് കുറവാണെങ്കിൽ അതൊരു ഫെയിലുവർ ആയിട്ട് വരാം. അവിടെ നമ്മൾ നോളജ് എടുക്കുക, സക്സസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട സക്സസ് ജീവിതത്തിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരോഗ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കാരണം പ്രയോറിറ്റീസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് പ്രയോറിറ്റീസ് നമുക്ക് ഉണ്ടായിരിക്കും. കാരണം പലപ്പോഴും നമ്മൾ കളരിയിൽ വരുന്നതിനെ കുറിച്ചോ എക്സസൈസ് ചെയ്യുന്നതിനെ കുറിച്ചോ ഒക്കെ നമ്മൾ ചോദിക്കുമ്പോൾ എനിക്ക് സമയം കിട്ടുന്നില്ല, സമയം തികയുന്നില്ല എന്ന് ആൾക്കാർ പറയും. സമയം ഇല്ലാത്തതല്ല, പ്രയോറിറ്റി ഇല്ലാത്തതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അപ്പോൾ പ്രയോറിറ്റീസ് പലതുണ്ടാകുമ്പോൾ നമുക്ക് ഒട്ടും സമയമില്ലാതെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം നമ്മൾ പനി വന്ന് വീണു എന്ന് വെച്ചോളൂ, ഹോസ്പിറ്റലിലായി എന്ന് വെച്ചോളൂ. ആ പനി മാറി കിട്ടുന്നവരെ നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൽത്ത് മാത്രമായിരിക്കും അത്രയും സമയത്ത് നമ്മുടെ പ്രയോറിറ്റി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പം പ്രയോറിറ്റിയിൽ ആരോഗ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആയുർവേദം പറയുന്നത് പുനവ്രത, പുനമിത്ര, പുനഃഭാര്യ, പുനമിഹി, ഏതാത് സർവ പുനർലഭ്യ ന ശരീര പുനഃപുന എന്ന്. അതായത് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയാലും, പല കാര്യങ്ങൾ ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയാലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. പുനവ്രത, മിത്ര, ഫ്രണ്ട്സ്, ഭാര്യ, സമ്പത്ത്, ഇങ്ങനെ പറഞ്ഞ പല കാര്യങ്ങൾക്കും
ഒരുപക്ഷെ ഒരു സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടു പോയാൽ നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റും. ഏതാത് സർവ്വ പുനർലഭ്യ, എല്ലാം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. ന ശരീര പുനഃപുന എന്ന് പറയാറുണ്ട്. ശരീരം എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അതിനെ തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഹയസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും കൊടുക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം നിങ്ങളുടെ മരണം വരെ നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളുടെ ശരീരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. സാർ ആരോഗ്യത്തിന്റെ കാര്യം പറഞ്ഞു. സാറ് എന്തായാലും നമ്മൾ പറയുമ്പോൾ എടുത്തു പറയണം 5th ജനറേഷൻ ഓഫ് കളരി ഗുരുക്കളാണല്ലേ സാർ. അപ്പോൾ കുറെ പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ കളരി എന്ന് പറയുന്നത് ഹെൽത്ത് ആയിട്ട് റിലേറ്റഡ് ആണ്. ലൈക്ക് ചിലർ പറയുന്നുണ്ട് സെൽഫ് ഡിഫെൻസ് ആണ് കളരി എന്ന്, ചിലർ പറയുന്നുണ്ട് അതൊരു എക്സസൈസ് കൂടിയാണെന്ന്. ശരിക്കും ഈ കളരി എന്ന് പറയുമ്പോൾ സാറിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇത് ഡിഫൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കളരിപ്പയറ്റ് ഒരു ലിവിങ് ട്രഡിഷൻ ആണ്. അതിനെ നമുക്കൊരു ലൈഫ് സ്റ്റൈൽ ആയിട്ട്, ഒരു പ്രൊഫൗണ്ട് ലൈഫ് സ്റ്റൈൽ ആയിട്ട് കാണാൻ പറ്റും. ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സെൽഫ് ഡിഫെൻസ് ആയിട്ട് കാണാൻ പറ്റും. ഏറ്റവും മഹത്തരമായ ഒരു ആയോധന കലയായിട്ട് കാണാൻ പറ്റും. ലോകത്തിലെ പ്രധാനപ്പെട്ട പല ആയോധന കലകളുടെയും മാതൃസ്ഥാനത്താണ് കളരിപ്പയറ്റ്. അങ്ങനെ കളരിപ്പയറ്റിന്റെ ഡയമെൻഷൻസ് വളരെ വ്യത്യസ്തമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ലൈഫ് സ്റ്റൈൽ എന്നുള്ള നിലയിൽ നമുക്കറിയാം കളരിപ്പയറ്റ് ലോകത്തിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള മാർഷൽ ആർട്ട് ഫോമാണ്. കാരണം മാർഷൽ ആർട്സ് ലോകത്തിൽ ഇവോൾവ് ചെയ്ത് വന്നത് ഹ്യൂമൻ റേസിന്റെ എവല്യൂഷനോടൊപ്പമാണ്, മനുഷ്യന്റെ എവല്യൂഷനോടൊപ്പമാണ് പിന്നെ മാർഷൽ ആർട്സും ഇവോൾവ് ചെയ്ത് വന്നത്. നിയാൻഡർത്തൽ മാനിൽ നിന്ന് നമ്മൾ ഹോമോസാപ്പിയനായി. ഏതാണ്ട് 2 lakhs years നമ്മൾ ഹണ്ടർ ഗ്യാദറേഴ്സ് ആയിരുന്നു. അതായത് ഹണ്ടർ ഗ്യാദറേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേട്ടയാടാൻ വേണ്ടിയിട്ട് ഓടണം, മരം കയറണം, അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യണം. സർവൈവലിന് വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിലുള്ള ആയുധ പ്രയോഗങ്ങൾ നടത്തി. ഈവൻ നമ്മൾ ഏജസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സ്റ്റോൺ ഏജ് എന്ന് വെച്ചാൽ സ്റ്റോൺ ആയുധങ്ങളായി ഉപയോഗിച്ചിരുന്നു. ബ്രോൺസ് ഏജ് അല്ലെങ്കിൽ അയൺ ഏജ് എന്ന് പറയുമ്പോൾ അതിലെ ആയുധങ്ങളെയാണ് നമ്മൾ പലപ്പോഴും എക്സ്കവേറ്റ് ചെയ്തൊക്കെ ഐഡന്റിഫൈ ചെയ്ത് എടുത്തിരിക്കുന്നത്, പാത്രങ്ങളും ആയുധങ്ങളും. അപ്പോൾ മനുഷ്യന്റെ എവല്യൂഷനോടൊപ്പം തന്നെ മാർഷൽ ആർട്സും ഇവോൾവ് ചെയ്തു. പക്ഷെ ഒരു സ്ട്രക്ചേർഡ് മാർഷൽ ആർട്ട് ഫോം ഏറ്റവും ഓൾഡസ്റ്റ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കളരിപ്പയറ്റ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയോധന കലയായിട്ട് കാണാൻ പറ്റും. കാരണം നമുക്ക് ഇതിന്റെ ഹിസ്റ്ററി വന്നിട്ട് ഒരു 3000 years വരെയൊക്കെ ട്രേസ് ബാക്ക് ചെയ്യാൻ പറ്റും. നമുക്കറിയാം തമിഴിൽ ഒരുപാട് സംഘം ലിറ്ററേച്ചർ കേട്ടിട്ടുണ്ടല്ലോ. ആദി സംഘം മുതലുള്ള സംഘം ലിറ്ററേച്ചർ, അകംപാടൽ, പുറംപാടൽ, കുണ്ടലകേശി, വളയാപതി, തിരുമുരുകാറ്റുപട, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സംഘം ലിറ്ററേച്ചർ ഉണ്ട്. ഈ ലിറ്ററേച്ചേഴ്സിലെല്ലാം പലയിടത്തും കളരി എന്നുള്ള വേർഡ് നമുക്ക് യൂസ് ചെയ്ത് കാണാൻ പറ്റും. കളം, കളരി, കള്ളി പോകിന കളരി, കോഴൈക്കളരി, അതായത് യുദ്ധഭൂമിയിൽ ഭയപ്പെട്ടോടുന്നവനാണ് കോഴൈക്കളരി, ഇങ്ങനെ തുടങ്ങിയ പ്രയോഗങ്ങൾ നമുക്ക് അതിൽ കാണാൻ പറ്റും. അപ്പൊ കളരി എന്നുള്ള പ്രയോഗം നമുക്ക് അതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു പ്രൊഫൗണ്ട് ആയിട്ടുള്ള സ്പേസ് എന്നുള്ളതാണ്. ഇപ്പൊ എഴുത്ത് കളരികളുണ്ട്, നാടക കളരിയുണ്ട്, അല്ലെ, കളരി പയറ്റ് ചെയ്യുന്ന സ്ഥാനങ്ങൾ. അപ്പം ആ സ്ഥാനത്തിനെ അല്ലെങ്കിൽ സ്ഥലത്തിനെയാണ് നമ്മൾ കളരി എന്നുള്ള വാക്കുകൊണ്ട് സംഘകാലങ്ങളിൽ നമുക്കത് കാണാൻ വേണ്ടി പറ്റുന്നത്. കാരണം സ്ഥലങ്ങളാണ് ഒരു മനുഷ്യനെ ഇവോൾവ് ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള സ്ഥലമാണ് നിങ്ങളെ അതിലേക്ക് നിങ്ങളുടെ പ്രൊഫഷണൽ ആയിട്ട്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നതെങ്കിൽ, MBBS-നാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ ഡോക്ടർ ആവുന്നു, അല്ലേ, അങ്ങനെയല്ലേ? അപ്പൊ അതുപോലെ സ്ഥലങ്ങളും സ്ഥാനങ്ങളും ആളിന്റെ ജീവിതചര്യ അല്ലെങ്കിൽ സ്വഭാവ രൂപീകരണത്തിലൊക്കെ ഒരുപാട് നിർണായക സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ കളരി എന്നുള്ള വാക്ക് ഒരു പ്രൊഫൗണ്ട് സ്പേസ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ 1400-കളിൽ അബ്ദുൾ റസാഖ് സമർഖണ്ഡി എന്ന് പറയുന്ന ഒരു പേർഷ്യൻ ട്രാവലർ, അദ്ദേഹം കേരളത്തിൽ യാത്ര ചെയ്തു വന്ന് അദ്ദേഹം എംപറർ ഷാരൂഖിന്റെ ദൂതനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ ഒരു പ്രൊഫൗണ്ട് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഉണ്ട്, ഒരു ജീവിത ശൈലി ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് യാത്രികനായിട്ടുള്ള ഡുറൈറ്റ് ബാർബോസ അദ്ദേഹവും കേരളത്തിലെത്തിയപ്പോൾ, പ്രത്യേകിച്ച് കാലിക്കറ്റ് റീജിയനിലൊക്കെ അദ്ദേഹം വന്നപ്പോൾ അവിടെ കളരികൾ അദ്ദേഹം സന്ദർശിച്ചു. പിന്നെ കളരി അഭ്യാസികളുടെ ഫ്ലെക്സിബിലിറ്റിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, അവരുടെ വേഷവിധാനങ്ങളെ കുറിച്ച് പറഞ്ഞു, അവരുടെ ചിട്ടയായ പരിശീലന രീതിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ കേരളത്തിൽ ഏതാണ്ട് 18-ാം നൂറ്റാണ്ട് വരെ ഒരു ജീവിത ശൈലിയായും ഒരു പ്രതിരോധ കലയായും ഒരു വാർ ആർട്ടായിട്ടും കളരിപ്പയറ്റ് അതിശക്തമായി നിലനിന്നിരുന്നു. 1804-ൽ ബ്രിട്ടീഷ് കളരിയെ ബാൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. കാരണം എപ്പോഴൊക്കെ പ്രതിരോധങ്ങൾ കേരളത്തിലേക്ക് ഉണ്ടായി അല്ലെങ്കിൽ ഈ നാട്ടിലേക്ക് ഉണ്ടായോ അപ്പോഴെല്ലാം കളരി വാറിയേഴ്സാണ് പല ലീഡേഴ്സിന്റെയും പിന്നിൽ അണിനിരുന്നത്. 1700-കളിൽ മാർത്താണ്ഡവർമ്മ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പരാജയപ്പെടുത്തി കൊളച്ചൽ യുദ്ധത്തിലൂടെ. അപ്പൊ അതിലും കളരി വാറിയേഴ്സ് ആണ് ബാക്കിംഗ് സപ്പോർട്ട് കൊടുത്തിരുന്നത്. 1804-ൽ കേരളവർമ്മ പഴശ്ശിരാജ അദ്ദേഹം കോട്ടയത്ത് വാറിലൂടെ ബ്രിട്ടീഷ് ഓഫീസേഴ്സിനെ കൊലപ്പെടുത്തി, അതും കളരി വാറിയേഴ്സ് ആയിരുന്നു. അപ്പോൾ ലോർഡ് വെല്ലസ്ലി അദ്ദേഹമാണ് അന്ന് ഇന്ത്യയുടെ അധിപതിയായിട്ടിരുന്നത്. വെല്ലസ്ലി പ്രഭു കളരിയെ ബാൻ ചെയ്തു. വെല്ലസ്ലി പ്രഭു ചില്ലറക്കാരനല്ല. അദ്ദേഹം നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ വധിച്ച, ടിപ്പു സുൽത്താനെ വധിച്ച വെല്ലസ്ലി കളരിപ്പയറ്റ് യോദ്ധാക്കളുടെ വീര്യം കാരണം ത്രട്ടണ്ടായിപ്പോയി.
So Kalari was banned for almost like 150 years in India. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ അത് പുതിയ ദിശാബോധങ്ങളിലേക്ക് മുട്ടിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അതാണ് കളരി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വാസ്റ്റ് സബ്ജക്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഒരു ദിവസം കൊണ്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും കണ്ടൻസ് ഉള്ള ഒരു സംഭവമാണ്. പക്ഷെ അതിലിപ്പോ നമ്മുടെ അഗസ്ത്യത്തിന്റെ ടേക്കപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഫസ്റ്റ് മിഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഇന്ത്യയിലെ തന്നെ 90% ആൾക്കാർക്കും നിങ്ങൾക്ക് മാർഷൽ ആർട്സ് അറിയാമോ, കേട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ഇന്ത്യയിലെ തന്നെ 90% ആൾക്കാരോടും ചോദിച്ചാൽ അവർ കരാത്തെ എന്നും കുങ്ഫു എന്നും പറയും, ചൈനീസ് മാർഷൽ ആർട്ടുകളെ കുറിച്ച് പറയും. കാരണം ചൈനീസ് മാർഷൽ ആർട്ടുകൾ അത്രയധികം പ്രചാരത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഈ 90% ഇന്ത്യക്കാർക്ക് കളരിപ്പയറ്റ് എന്ന് പറയുന്ന ഒരു ആയോധന കല ഇവിടെ സർവൈവ് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. അപ്പം അത്തരത്തിൽ ഇതിലൊരു വലിയ രീതിയിലുള്ള പ്രചാരം നൽകേണ്ടതായിട്ടുണ്ട്. കളരിപ്പയറ്റ് ഈസ് ദ മദർ ഓഫ് ഓൾ മാർഷൽ ആർട്സ് എന്നും ഈ ചൈനീസ് മാർഷൽ ആർട്ടുകളുടെ എല്ലാം ഇൻസ്പിറേഷൻ ഒരുപക്ഷെ ബോധിധർമ്മൻ സ്റ്റോറീസിലൂടെ നമുക്കറിയാം ഇൻസ്പിറേഷൻ കളരിപ്പയറ്റ് ആണെന്നുള്ളത് നമുക്ക് ആദ്യം ഭാരതത്തിൽ തന്നെ നല്ലൊരു പ്രചാരം കൊടുക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ കളരി ഗുരുക്കന്മാരും ഇപ്പോൾ വളരെ നല്ല രീതിയിൽ കളരികളെ മുന്നോട്ട് കൊണ്ടുവരുന്നു. ഒരുപാട് യുവാക്കൾ കളരിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഒരുപാട് പേരുടെ കോൺട്രിബ്യൂഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സമീപഭാവിയിൽ ലോകോത്തര ആയോധന കലയായിട്ട് കളരിപ്പയറ്റ് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പൊ അത് പറഞ്ഞ പോലെ ഈ കളരിയുടെ കാര്യം ശരിയാണ്, ഒരുപാട് പേര് വരുന്നുണ്ട് ഫ്രണ്ടിലേക്ക്. ഇപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ശക്തി എന്നുള്ള ഒരു പ്രോഗ്രാം നമ്മൾ നടത്തിയിരുന്നു. 12,000 പെൺകുട്ടികളെയാണ് ടീച്ച് ചെയ്തത്. അതൊക്കെ വലിയൊരു ഇന്നോവേഷൻ തന്നെയാണ് നമ്മളുടെ ഈ ഒരു സൊസൈറ്റിയിൽ. ഒരുപാട്, കാരണം ഒരു ടൈമിൽ കുറെ പേര് പറയുന്നുണ്ടായിരുന്നു ഈ മാർഷൽ ആർട്സ് ബോയ്സിന് മാത്രമാണോ ഗേൾസിന് മാത്രമാണോ, അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ വന്നൊരു ടൈം ഉണ്ടായിരുന്നു. ബട്ട് അങ്ങനെയല്ല. സാർ തന്നെ പറഞ്ഞിട്ടുണ്ട് 60% ഓഫ് നമ്മളുടെ അഗസ്ത്യത്തിൽ ഉള്ളത് പെൺകുട്ടികളാണ്. മാത്രമല്ല നമ്മൾ ഒരുപാട് പേർക്ക് ഏതാണ്ട് 180ഓളം പേർക്ക് നമ്മൾ സൗജന്യമായിട്ട് നമ്മൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഫോർ എക്സാമ്പിൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുമ്പോൾ സാമ്പത്തികമായി, ആരോഗ്യപരമായി, പിന്നെ വിദ്യാഭ്യാസപരമായിട്ട് നമ്മൾ പല രീതിയിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ഫാസ്റ്റ് എമർജിങ് ആയിട്ടുള്ള ഒരു നേഷനാണ് ഭാരതം. പക്ഷെ അറ്റ് ദ സെയിം ടൈം എല്ലാ 16 മിനിറ്റിലും ഒരു പെൺകുട്ടിക്ക് നേരെ ഒരു അറ്റാക്ക് നടക്കുന്നുണ്ട്, ഒരു റേപ്പ് അറ്റംപ്റ്റ് നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആലോചിക്കും എന്തുകൊണ്ട് ഇത്രയും രീതിയിൽ ഇവോൾവ് ചെയ്തൊരു രാജ്യത്തും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നു. അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും ഇത്തരമൊരു സാഹചര്യത്തിനെ എങ്ങനെ നേരിടണം എന്നുള്ള ഒരു എഡ്യൂക്കേഷൻ പെൺകുട്ടികൾക്ക് കൊടുത്തിട്ടില്ല. സ്വാഭാവികമായിട്ട് നമുക്ക് സാധാരണ ഗതിയിൽ നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ത്രട്ടൺ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ, ഒരു ത്രട്ട് ഉണ്ടാകുമ്പോൾ 2 രീതിയിലാണ് നമ്മുടെ ശരീരം റെസ്പോണ്ട് ചെയ്യുന്നത്. ഒന്നുകിൽ അതൊരു ഫ്ലൈറ്റ് മോഡ് നമ്മൾ പറയും, ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ ഫൈറ്റ് എന്ന് പറയുന്ന മോഡ്, അല്ലെങ്കിൽ തിരിച്ച് ഫൈറ്റ് ബാക്ക് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയുന്ന മോഡിലേക്ക് നമുക്കറിയാം എല്ലാ അനിമൽസും അങ്ങനെയാണ്. ഇപ്പോൾ ഇപ്പോൾ നമ്മൾ വീട്ടിൽ പൂച്ച കിടന്നുറങ്ങുന്നു വെച്ചോളൂ, ചുമ്മാ നോക്കും, നമ്മൾ പെട്ടെന്ന് ഒരു അറ്റാക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബഹളം വെച്ചാൽ ഒന്നുകിൽ അവൻ എന്ത് ചെയ്യുന്നു, സ്പ്രിംഗ് പോലെ ചാടി ഓടിക്കും, ഫ്ലൈറ്റ്, അല്ലെങ്കിൽ അവൻ തിരിച്ച് ഫൈറ്റ് ബാക്ക് ചെയ്യാനായിട്ട് അവന്റെ ബോഡി ലാംഗ്വേജസ് ഒക്കെ കൊണ്ടുവരുന്ന കാണാൻ പറ്റും, ഫൈറ്റ് ഫ്ലൈറ്റ്. പക്ഷെ ഇതല്ലാതെ നമ്മുടെ പെൺകുട്ടികളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബേസിക്കലി നമ്മൾ ഫ്രീസ് എന്ന് പറഞ്ഞ മോഡലായി പോകുന്നു എന്നുള്ളതാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത കണ്ടീഷനിലേക്ക് വരുന്നു. അപ്പോൾ ഒരു സിറ്റുവേഷൻ വന്നാൽ വാട്ട് ടു ഡു, എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യണം എന്നുള്ള അറിയില്ല. അപ്പോൾ ഈ ഫ്ലൈറ്റ് ഫൈറ്റ് മോഡിലേക്ക് അത്യാവശ്യം സ്വിച്ച് ഓവർ ചെയ്യിക്കാനുള്ള ഒരു അവയർനെസ് കൊടുക്കാൻ പറ്റിയ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മൾ ശക്തി പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത്. 2 കാര്യങ്ങളാണ് ഒന്ന് ഉദ്ദേശിച്ചത്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാരതത്തിൽ തന്നെ 90%-ലധികം പേർക്കും കളരിപ്പയറ്റ് എന്ന് പറയുന്ന ആയോധന കലയെക്കുറിച്ചുള്ള നല്ല അവബോധമില്ല. അപ്പോൾ അതുകൊണ്ട് കളരിപ്പയറ്റ് ഒരു ആയോധന കലയാണെന്നുള്ള മെസ്സേജ് നമുക്ക് ഇത്രയധികം ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിക്കാൻ പറ്റി. ദ മദർ ഓഫ് ഓൾ മാർഷൽ ആർട്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റി. അതോടൊപ്പം കുട്ടികൾക്ക് നമുക്ക് സെൽഫ് ഡിഫെൻസ്, കളരിയുടെ സാധ്യതകളെ കുറിച്ച് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും ചെറിയ ചെറിയ വർക്ക്ഷോപ്സിലൂടെ അവരെ ഇൻസ്പയർ ചെയ്യിപ്പിക്കാനും ഒക്കെ പറ്റി. ആക്ച്വലി സാർ പറഞ്ഞ കറക്റ്റ് പോയിന്റ് ആണ്. നമുക്ക് പെട്ടെന്ന് ഇതുപോലൊരു സിറ്റുവേഷൻ വന്നാൽ ഫ്രീസ് ആയി പോകേണ്ട സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരാളാണ് ഞാനും. അപ്പോൾ അത് എനിക്ക് കറക്റ്റ് ആയിട്ട് പെട്ടെന്ന് മനസ്സിലാവും. കാരണം നമുക്ക് അറിയില്ല എന്താ ചെയ്യാന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു ക്ലാസ് കൊടുക്കുന്നത് ഒരുപാട് പേർക്ക് വലിയൊരു പല വിദേശ രാജ്യങ്ങളിലും പിന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിനൊപ്പം തന്നെ നിർബന്ധിത മാർഷൽ ആർട്സ് പഠിപ്പിക്കുന്ന രാജ്യങ്ങളുണ്ട്. അവിടുത്തെ പിന്നെ ക്രൈം റേറ്റ്സ് വളരെ കുറവാണ്. പെൺകുട്ടികളോടുള്ള അറ്റാക്സും മറ്റു കാര്യങ്ങളും കുറവാണ്. കാരണം ഇത്തരം സിറ്റുവേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. പിന്നെ കഴിഞ്ഞ വർഷം നമ്മളൊരു ഇന്ത്യൻ നോളജ് സിസ്റ്റം സെന്റർ ആണ്, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ കീഴിലുള്ള ഒരു ഇന്ത്യൻ നോളജ് സിസ്റ്റം സെന്റർ ഫോർ കളരിപ്പയറ്റ് ആൻഡ് സിദ്ധ ട്രഡീഷൻ ആണ്. അപ്പം നമ്മളൊരു കഴിഞ്ഞ പ്രാവശ്യം ഒരു
പ്രോപ്പർ സ്റ്റഡി ചെയ്തു. ഒരു 400 കുട്ടികളെ നമ്മൾ കളരി പഠിപ്പിച്ചു. എയ്ഡഡ് സ്കൂളുകൾ, ഗവൺമെന്റ് സ്കൂള്, പ്രൈവറ്റ് സ്കൂൾ, ഈ 3 മേഖലയിൽ നിന്നുള്ള 400ഓളം കുട്ടികളെ കളരി പഠിപ്പിച്ചതിന് ശേഷം അവരുടെ സൈക്കോളജിക്കൽ ചേഞ്ചസ് എന്താണ് എന്ന് നമ്മൾ ഗേജ് ചെയ്ത് നോക്കി. അപ്പോൾ അത് നിഷ് എന്ന് പറയുന്ന എഗെയിൻ ഒരു സൈക്കോളജി പിന്നെ ഗവൺമെന്റ് ഏജൻസിയുടെ സൈക്കോളജിക്കൽ ടീമാണ് അതിൽ പങ്കെടുത്തത്. അപ്പോൾ 16 ആഴ്ചത്തെ ട്രെയിനിങ് കൊണ്ട്, 16 വീക്സ് ഓഫ് ട്രെയിനിങ് കൊണ്ട് അവരുടെ റെസിലിയൻസ്, കോൺഫിഡൻസ്, ഫിയർലെസ്നെസ്, സെൽഫ് എസ്റ്റീം, ഈ 4 ഫാക്കൽറ്റീസും സിഗ്നിഫിക്കന്റ് ആയിട്ട് മാറി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. ഇപ്പൊ റെസിലിയൻസ് ഇന്ത്യ കാത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇപ്പൊ ഏറ്റവും അധികം സൂയിസൈഡ് റേറ്റ്സ് ഇന്ത്യയിൽ യുവാക്കൾക്കിടയിലാണ്. ഇപ്പൊ നമ്മളിപ്പോൾ IITസിൽ നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. IIT ഖരഗ്പൂർ, റൂർക്കി, റോപ്പാർ, ഇൻഡോർ ഒക്കെ നമ്മൾ പോയി. അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബേണിംഗ് ഇഷ്യൂ ആണ്, IITs അറിയാമല്ലോ, ഏറ്റവും ക്രീം മൈൻഡ്സ് ഓഫ് ഇന്ത്യയാണ് പഠിക്കുന്നത്. അവിടെയും ടോപ്പേഴ്സ് ആണ് പഠിക്കുന്നത്. അവിടെയും എല്ലാ മാസവും 2-3 കുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്നു. സോ ഇതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് റെസിലിയൻസ് കുറവാണ്. ജീവിതത്തിൽ പല സാഹചര്യങ്ങളും നമ്മൾ വീണു പോകാം, മെന്റലി വീണു പോകാം, ഫിസിക്കലി വീണു പോകാം. വീണു പോയാൽ വീണു പോകരുത്. യു ഷുഡ് ബൗൺസ് ബാക്ക്, ഡബിൾ വിഗർ, ഡബിൾ സ്ട്രെങ്ത്. എപ്പോഴാണോ വീഴുന്നത് അപ്പം തിരിച്ചു വരാനുള്ള കപ്പാസിറ്റിയാണ് കളരിപ്പയറ്റ് പോലൊരു ആയോധന കല വർഷങ്ങളായി പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 2 ഫിയർലെസ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത്, ഭയരാഹിത്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. സ്വാമി വിവേകാനന്ദൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഫിയർ ഈസ് ദ റൂട്ട് കോസ് ഓഫ് ഓൾ മിസറീസ് ഇൻ ദ വേൾഡ്. എല്ലാ ദുഃഖങ്ങളുടെയും റൂട്ട് കോസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊരു ഭയത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഭയത്തിന്റെ റൂട്ട് കോസ് എന്താണെന്ന് ചോദിച്ചാൽ അത് വേദനയിൽ നിന്നാണ്. ഒന്നുകിൽ മെന്റൽ പെയിൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഫിസിക്കൽ പെയിൻ ആയിരിക്കാം. അപ്പൊ ആ വേദനയിൽ നിന്നാണ് ഭയം, ഭയത്തിൽ നിന്നാണ് ദുഃഖം, ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഒരു ഫിയർലെസ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ പറ്റിയാൽ ഭാരതം നെക്സ്റ്റ് ലെവലിലേക്ക് പോകും. പല കാര്യങ്ങളും ചലഞ്ച് ചെയ്യാൻ പറ്റും. ഒരുപാട് കാര്യങ്ങളിൽ പിന്നോക്കം നിൽക്കുന്ന കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് വരാനുള്ള ആർജവം നമുക്കുണ്ടാവും. പിന്നെ കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമുമാണ്. കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് എപ്പോഴും ആക്ഷനിൽ നിന്നാണ് വരുന്നത്. നമ്മൾ ചെയ്ത ഒരു കാര്യം ചെയ്യുമ്പോഴാണ് കോൺഫിഡന്റ് ആവുന്നത്. പിന്നെ നമുക്ക് നമ്മളെ കുറിച്ച് അറിയാനുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് കളരിപ്പയറ്റ്. നമ്മുടെ മനസ്സിനെ കുറിച്ച്, ശരീരത്തിനെ കുറിച്ച്, നമ്മുടെ സാധ്യതകളെ കുറിച്ച് ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് കളരി. അതെ, ഇനി നമ്മൾ പോലും അറിയാതെ നമുക്കൊരു ചേഞ്ച് മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ഒരു കളരിയിലേക്ക് അങ്ങ് ഇറങ്ങി കഴിഞ്ഞാൽ അല്ലേ? 100%. ഈ പറഞ്ഞ സൈക്കോളജിക്കൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി എല്ലാ മാർഷ്യൽ ആർട്സും ഒരു മെന്റൽ ട്രെയിനിങ് ആണ്, മോർ ദാൻ എ ഫിസിക്കൽ ട്രെയിനിങ്. കാരണം എങ്ങനെയാണ് ഒരു മാർഷ്യൽ ആർട്ട് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ റിപ്പീറ്റഡ് ആക്ഷൻസ്, റിപ്പീറ്റഡ് മൂവ്സ് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഒരു ന്യൂറൽ പാത്വേ ഉണ്ടാക്കിക്കൊണ്ട് അതൊരു മസിൽ മെമ്മറി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ മസിൽ മെമ്മറി എന്ന് പറയുന്നത് ഒരു സബ് കോൺഷ്യസ് ലേണിംഗ് ആണ്, കോൺഷ്യസ് മൈൻഡിന്റെ ലേണിംഗ് അല്ല. അപ്പൊ ആ സബ് കോൺഷ്യസ് ആയിട്ട് നമ്മളിൽ തന്നെ എംബഡി ചെയ്യാണ് ചെയ്യുന്നത് മാർഷ്യൽ ആർട്സ്. ഓക്കെ, മനസ്സിലായി. ഇപ്പൊ അഗസ്ത്യയിൽ തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഈ കളരിപ്പയറ്റ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക, പഠിച്ചു തുടങ്ങുന്നത് എപ്പോഴാണ്? സാർ 4ാമത്തെ വയസ്സിലാണ് പഠിച്ചു തുടങ്ങിയത്. ശരിക്കും എത്ര വയസ്സിലാണ് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത് കളരിപ്പയറ്റ്? സ്വാഭാവികമായും കളരികളിലെല്ലാം 7 അവർ എൻട്രി ഏജ് എന്ന് പറയുന്നത്. കാരണം കുട്ടികളിൽ കളരി പഠിപ്പിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു അൾട്ടിമേറ്റ്ലി സബ് കോൺഷ്യസ് ലേണിംഗ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും ചെറിയ പ്രായത്തിൽ പഠിക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. പക്ഷെ അതേസമയം ഒരുപാട് പേർക്ക് എൻ്റെ ചെറുപ്രായത്തിൽ കളരി പഠിക്കാൻ പറ്റിയില്ല, എന്നാൽ പറ്റുമോ എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഫോർ എക്സാമ്പിൾ ഇപ്പം 40 വയസ്സായ ഒരാളിന് ഇമീഡിയറ്റ്ലി നമ്മൾ ആദ്യത്തെ ട്രെയിനിങ് പോലെ കൊടുക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ടാവാം, അവർക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ടായിരിക്കാം, അവർക്ക് എത്രത്തോളം അത് ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അങ്ങനെ നമ്മൾ അഗസ്ത്യം നല്ലുടൽ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടാക്കി 6 വർഷം മുമ്പ്. ഇപ്പൊ നല്ലുടൽ എന്ന് പറഞ്ഞാൽ ഗുഡ് ബോഡി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ കളരി ബേസ്ഡ് ആയിട്ടുള്ള വളരെ സാവധാനം ഇവരെ എങ്ങനെ ഒരു വാറിയർ സ്പിരിറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ അതിനകത്ത് ഉദ്ദേശിക്കുന്ന ഒരു പ്രോഗ്രാം. 2 പ്രാണ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടാക്കി. പ്രാണ എന്ന് പറഞ്ഞാൽ ഒരു ബ്രീത്ത് ബേസ്ഡ് റിജുവനേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു ഇന്ത്യൻ തായ്ച്ചി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന പോലെ 60 വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബ്രീത്ത് ബേസ്ഡ് മൂവ്മെന്റ്സ്, നമ്മൾ വളരെ സട്ടിലായിട്ടുള്ള കളരി മൂവ്മെന്റ്സിനെ നമ്മൾ കൊണ്ടുവന്നു. അങ്ങനെ കുറേ അധികം ഇന്നോവേഷൻസ് കൊണ്ടുവന്നു. സമ്പ്രദായം എന്ന് പറഞ്ഞ ഒരു ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം കൊണ്ടുവന്നു, ട്രെയിനേഴ്സിനെ ബിൽഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്തരത്തിൽ കുറെ അധികം കളരിയിൽ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോഗ്രാംസിന് വേണ്ടി നമ്മൾ അഗസ്ത്യം ട്രൈ ചെയ്തു. ഇപ്പൊ നമ്മുടെ കളരിയിൽ 7 വയസ്സ് മുതൽ ഏതാണ്ട് 80 വയസ്സ് വരെയുള്ള ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതും ഡിഫറെന്റ് സെക്ടർ ആയിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. അതെ. അപ്പൊ അവരുടേതായ ശാരീരിക ക്ഷമത വെച്ച് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ക്ഷമതയുണ്ടല്ലോ, ആ ക്ഷമത വെച്ചിട്ടുള്ള പ്രോഗ്രാംസിലേക്ക് നമുക്ക് അവരെ കൊണ്ടുപോകാം. അപ്പൊ കളരിയിൽ ഇപ്പൊ ഏജ് വൈസ് അല്ലാതെ ഇപ്പൊ എനിക്ക് മെന്റൽ സ്ട്രെസ് ആണ് കൂടുതൽ, അങ്ങനെയാണെങ്കിൽ അതിന് വരെ, അല്ലെങ്കിൽ എനിക്ക് എന്റെ ഫിസിക്കൽ സ്ട്രെങ്ത് ആണ് കൂട്ടേണ്ടത്, അങ്ങനെ നമുക്ക് എല്ലാ രീതിയിലും നമ്മളിപ്പോ IT കമ്പനീസിൽ ഒരുപാട് പ്രാവശ്യം കളരി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ സ്ട്രെസ് ലെവൽ വളരെ കൂടിയ ആൾക്കാരാണ് IT കമ്പനീസിലുള്ളത്, അറിയാലോ. അപ്പൊ അത്തരത്തിൽ നമ്മൾ പ്രാക്ടീസ് കൊടുത്തപ്പോൾ പ്രത്യേകിച്ച് അവരുടെ മനസ്സിനുണ്ടായിരിക്കുന്ന പോസിറ്റീവ്നെസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കളരിയിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ആദ്യം ഇറങ്ങിക്കഴിയുമ്പോഴുള്ള ഫിസിക്കൽ പെയിനിന് അപ്പുറം
മെന്റലി നിങ്ങൾ എത്രത്തോളം റിഫ്രഷ്ഡ് ആകുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരു നല്ല മനസ്സിൽ നിന്നാണ് നല്ലൊരു ശരീരം ഉണ്ടാകുന്നത്. അഗസ്ത്യർ പറയുന്നത്, അഗസ്ത്യരാണ് സദേൺ കളരിയെ സംബന്ധിച്ചിടത്തോളം പരമഗുരു എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നു, മനമത് സെമ്മിയാനാൽ മന്ദിരം ജപിക്ക വേണ്ട, മനമത് സെമ്മിയാനാൽ വാസിയെ ഉയർത്ത വേണ്ട, മനമത് സെമ്മിയാനാൽ വായുവെ നിർത്ത വേണ്ട, മനമത് സെമ്മിയാനാൽ മന്ദിരം സെമ്മിയാമേ. ഇഫ് യു ഹാവ് എ പ്രൊഫൗണ്ട് മൈൻഡ്, നോ നീഡ് ടു ചാൻ മന്ത്രസ്, no need to do deep kriyas, no need to do pranayamas. If you have a strong mind, a good body arrives from that. അതായത് നല്ലൊരു മനസ്സിൽ നിന്നാണ് ഒരു നല്ല ശരീരം പ്രകടമാകുന്നത്. തൈത്തിരീയ ഉപനിഷത്തും പറയുന്നുണ്ട്, അന്നവാൻ അന്നന്നതോ ഭവതി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല മനസ്സിൽ നിന്നാണ് നല്ലൊരു ശരീരം ഉണ്ടാകുന്നത്. മനസ്സിലായി. അപ്പൊ അങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും ഇപ്പൊ സാർ പറഞ്ഞ കറക്റ്റ് പോയിന്റ്. IT മാത്രമല്ല, ഇപ്പൊ സാർ നേരത്തെ പറഞ്ഞു യുവാക്കളിലാണ് ഏറ്റവും കൂടുതൽ. അത് ശരിക്കും ശരിയാണ്. എനിക്ക് തോന്നുന്നത് സാർ ഇത്രയും ആളുകളെ പരിശീലിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് സാറിന് തന്നെ മനസ്സിലാവുമായിരിക്കും യുവാക്കളിൽ. കാരണം നമ്മൾ പോലും അറിയാതെ നമ്മൾ ചെറിയ കാര്യങ്ങളിൽ മെന്റലി ഡൗൺ ആവുകയാണ്. നമ്മൾ പോലും അറിയാതെയാണ് ഓരോന്ന് സംഭവിക്കുന്നത്. ഈ ഒരു ജനറേഷന്റെ ഒരു കുഴപ്പമാകാം, അറിയില്ല. പക്ഷെ ട്രെയിൻഡ് ആവാത്തതിന്റെ കുഴപ്പമാണ്. ട്രെയിൻഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമുക്കൊരു മാറ്റം വരും. ഉറപ്പായിട്ടും. പിന്നെ ഉറപ്പായിട്ടും എല്ലാ കാര്യങ്ങളിലും നമ്മൾ എങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്യിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞ കോൺഫിഡൻസ് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോൺഫിഡൻസ് കംസ് ഫ്രം ആക്ഷൻ. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം ചെയ്യുന്നതല്ല, കൺസിസ്റ്റന്റ് ആയിട്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് ആണ്, കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു കാര്യം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ഡാൻസ് ആകട്ടെ, നിങ്ങൾ ചെയ്യുന്ന ഏത് സ്കിൽസ് ആവട്ടെ, ജോലി ആകട്ടെ, എന്ത് കാര്യത്തിലും നിങ്ങൾ ഓരോ ദിവസവും കുറച്ച് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരുന്നാൽ ആഫ്റ്റർ എ പീരീഡ് ഓഫ് ടൈം നിങ്ങൾ അതിൽ എക്സ്പെർട്ട് ആയിരിക്കും. ആ കോൺഫിഡൻസ് ലെവൽ നിങ്ങൾക്ക് വന്ന് ചേരും. കൺസിസ്റ്റൻസി ഈസ് ദ കീ. അതുപോലെ ഞാൻ ഒന്ന് കേട്ടിട്ടുണ്ട്, 1000 വിദ്യകൾ അറിയുന്ന ആളെ എനിക്ക് പേടിയില്ല, പക്ഷെ ഒരു വിദ്യ 1000 തവണ പരിശീലിപ്പിച്ച ആളെ, അറിയുന്ന ആളെയാണ് പേടി. ബ്രൂസ്ലി പറഞ്ഞ കാര്യം അത് എത്രത്തോളം ശരിയാണ്? അല്ല, 100%. ഞാൻ നേരത്തെ പറഞ്ഞില്ല, റിപ്പീറ്റഡ് ആക്ഷൻസ് വിൽ ക്രിയേറ്റ് എ മസിൽ മെമ്മറി എന്ന്. അപ്പം അത് നമ്മുടെ ബോഡിയിൽ തന്നെ എംബഡി ചെയ്തിരിക്കും. അപ്പൊ അയാൾക്ക് ഏത് രീതിയിൽ ആക്ട് ചെയ്യാൻ പറ്റും. അനഭ്യസ്ത വിഷം വിദ്യ എന്നൊരു വാക്കുകൂടെ ഉണ്ട്. നമ്മൾ ഇഫ് യു ആർ നോട്ട് പ്രാക്ടീസിങ്, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പ്രാക്ടീസ് ചെയ്യുന്നില്ലെങ്കിൽ ആ അറിവ് പലപ്പോഴും നിങ്ങൾക്ക് വിഷമായിട്ട് മാറും. സോ പ്രാക്ടീസും ഒരു കീ പോയിന്റ് ആണ്. ഓക്കെ. ഇതിൽ ഞാൻ എപ്പോഴും കേൾക്കാറുള്ള ഒരു വേർഡാണ് മർമ്മം. എല്ലാവരും കേൾക്കാറുള്ളതാണ്, പക്ഷെ എക്സാക്ട് ഈ മർമ്മം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് പലർക്കും അറിയില്ല. അപ്പൊ സാർ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? കളരിയിൽ എന്താണ് ഈ മർമ്മം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? എത്ര മർമ്മങ്ങളുണ്ട്? ഈ മർമ്മം എന്നുള്ള വാക്കിനെ തന്നെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിന് ഒരേ സമയത്ത് 2 മീനിങ്സ് ഉണ്ട്. അതായത് മർമ്മം എന്ന് പറയുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ഭാഗം, വൈറ്റൽ ആയിട്ടുള്ളൊരു പോയിന്റ് എന്ന്, വളരെ സുപ്രധാനമായിട്ടുള്ള ഭാഗം എന്നൊരു അർത്ഥമുണ്ടല്ലോ മർമ്മം എന്നുള്ള വാക്കിൽ. 2, ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ്, അല്ലെങ്കിൽ ഏറ്റവും വീക്ക് പോയിന്റ് എന്നും മർമ്മം എന്ന് പറയാം, അല്ലെ? മർമ്മം അറിയുക, നമ്മൾ ഒരുപാട് പഴഞ്ചൊല്ലുകളിൽ മർമ്മം ഉപയോഗിച്ച് കാണുന്നുണ്ട്. അപ്പൊ ആ വീക്ക് പോയിന്റുമാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പോയിന്റുമാണ് എന്നാണ് ആ വാക്കുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ 108 പ്രഷർ പോയിന്റ്സ് ആണുള്ളത്. പടുവർമ്മങ്ങളായും തൊടുവർമ്മങ്ങളായും തട്ടുവർമ്മങ്ങളായിട്ടും മെയ്തീണ്ടക്കാലമായിട്ടും ഒക്കെ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. 108 മർമ്മ പോയിന്റ്സ്. അപ്പൊ ഈ മർമ്മ പോയിന്റ്സ് എന്ന് നമ്മൾ പറയുന്നത് നമുക്ക് മോഡേൺ സയൻസ് എപ്പോഴും പറയാത്തതും എന്നാൽ നമുക്ക് എക്സ്പീരിയൻഷ്യൽ ലേണിംഗിൽ അറിയാവുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ് ലൈഫ് ഫോഴ്സ്, ജീവശക്തി അല്ലെങ്കിൽ പ്രാണ എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ ആക്ഷനും ആക്ടിവിറ്റീസും പ്രാണശക്തിയിൽ അല്ലെങ്കിൽ ലൈഫ് ഫോഴ്സിൽ അധിഷ്ഠിതമായിട്ടിരിക്കുന്നു. അപ്പൊ ആ ലൈഫ് ഫോഴ്സ് പാൽപിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ മർമ്മം എന്ന് പറയുന്നത്. അപ്പോ അത് ഒരുപക്ഷെ അതിന്റെ നോളജ്, ഇപ്പൊ ഞാനിപ്പോ ഈ മർമ്മ കണ്ണാടി എന്ന് പറയുന്ന അഗസ്ത്യരുടെ 500 പാടലുകൾ 2 വർഷം എടുത്ത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട്. അത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ആനുവൽ മീറ്റിംഗിൽ വെച്ച് റിലീസ് ചെയ്തു. അപ്പൊ ഈ ഋഷീസ്, സിദ്ധാസ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഒരു കാലത്തെ ഡീപ് സയൻസ് പഠിച്ചിരുന്ന അന്വേഷികളായിരുന്നു, അല്ലെങ്കിൽ സയന്റിസ്റ്റുകളാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഈ ഒരു മർമ്മ കണ്ണാടി തന്നെ അതിലെ ആദ്യത്തെ ചാപ്റ്ററുകളിൽ ഒന്ന് പറയുന്നത് കരുവുത്ഭവം എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ്. എങ്ങനെയാണ് അമ്മയുടെ ഉദരത്തിൽ ഫസ്റ്റ് സൈഗോട്ട് ഉണ്ടാകുന്നത്, അതൊരാഴ്ച കൊണ്ട് എങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നു, അടുത്ത 2ാമത്തെ ആഴ്ചയിൽ അത് എത്രത്തോളം പ്രോഗ്രസ് ചെയ്യുന്നു, പ്രസവത്തിന് ശേഷം ജനനത്തിന് ശേഷം എങ്ങനെയാണ് 96 തത്വങ്ങൾ ഈ ശരീരത്തിലേക്ക് വരുന്നത്, എങ്ങനെ മർമ്മസ്ഥാനങ്ങൾ രൂപപ്പെടുന്നു, അതിനെ എൻഹാൻസ് ചെയ്യുന്നത് കൊണ്ട് എന്ത് ഗുണം, അതിൽ അഭിഘാതങ്ങൾ അല്ലെങ്കിൽ ക്ഷതങ്ങളേറ്റാൽ എങ്ങനെ റിവൈവ് ചെയ്യാം. അപ്പൊ ഇതൊരു ഡീപ്പ് സ്റ്റഡി അബൌട്ട് ലൈഫാണ്. ലൈഫിനെ കുറിച്ചും ലൈഫ് ഫോഴ്സിനെ കുറിച്ചും ഉള്ള ഒരു സ്റ്റഡിയാണ് മർമാസ്. അതെ. ഓക്കെ. നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ഫിസിക്കൽ, സ്പിരിച്വൽ ആൻഡ് മെന്റൽ കണക്ട്, ഇത് എങ്ങനെയാണ് ഇന്റർ കണക്ട് ആയിട്ടിരിക്കുന്നത് കളരിയുടെ ആസ്പെക്ട്? യഥാർത്ഥത്തിൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഫിസിക്കലി നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ കളരിപ്പയറ്റ് പഠിച്ചാൽ എന്തൊക്കെയാണ് ഗുണം എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഞാൻ മെന്റൽ ആസ്പെക്ട്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നടത്തിയ സ്റ്റഡീസിനെ കുറിച്ചും പറഞ്ഞു. അനക്ഡോട്ടൽ ആയിട്ടുള്ള ഒരുപാട് സ്റ്റഡീസ് നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഫിസിക്കൽ ആസ്പെക്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ
നമ്മളൊരു എക്സസൈസ് എന്നുള്ള നിലയിൽ നമ്മൾ കളരിപ്പയറ്റിനെ കാണുകയാണെങ്കിൽ അതൊരു ബെസ്റ്റ് കാർഡിയോവാസ്കുലർ എക്സസൈസ് ആണ്, ഹൃദയത്തിനെ ശക്തിപ്പെടുത്തുന്ന ഒരു എക്സസൈസ് ആണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതേസമയം തന്നെ റെസിസ്റ്റൻസ് ട്രെയിനിങ് ആണ്, അതായത് മസ്കുലാരിറ്റിയെ സ്ട്രെങ്തൻ ചെയ്യുന്ന റെസിസ്റ്റൻസ് ട്രെയിനിങ് ആയിട്ടും കളരിയെ നമുക്ക് കാണാൻ പറ്റും. ഫ്ലെക്സിബിലിറ്റി ഓബിയസ്ലി നമുക്കറിയാം കളരിപ്പയറ്റ് ചെയ്താൽ ഫ്ലെക്സിബിൾ ആയിരിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ ബോഡി ബാലൻസിങ്. ഇപ്പൊ ഈ 4 ഫാക്കൽറ്റീസ് ആണ് ഫിസിക്കലി ഇംപ്രൂവ് ആവുന്നത്. ഒന്ന് കാർഡിയോവാസ്കുലർ സ്ട്രെങ്ത്, 2 റെസിസ്റ്റൻസ് ട്രെയിനിങ് അതായത് മസിൽസ്, 3 ഫ്ലെക്സിബിലിറ്റി, 4 ബോഡി ബാലൻസ്. ഈ 4 ഫാക്കൽറ്റീസും കുറയുന്നതിനെയാണ് നമ്മൾ ഓൾഡ് ഏജ് എന്ന് പറയുന്നത്. ഇപ്പൊ ബോഡി ബാലൻസ് കുറയുന്നു, മസിൽ അട്രോഫി വന്നിട്ട് മസിൽസ് പോകുന്നു, ഫ്ലെക്സിബിലിറ്റി തീരെ ഇല്ലാതായിട്ട് റിജിഡ് ആകുന്നു ബോഡി, കാർഡിയോവാസ്കുലർ സ്ട്രെങ്ത് കുറയുന്നു. ഇതിനെയാണ് നമ്മൾ ഓൾഡ് ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ കളരിപ്പയറ്റിന്റെ പ്രാക്ടീസിലൂടെ നമുക്ക് ഈ 4 ഫാക്കൽറ്റീസിനെ ഒരുപോലെ എൻഹാൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്കി ഏത് ഫിസിക്കൽ ട്രെയിനിങ്ങിനെ നമ്മൾ നോക്കിയാലും അത് കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലായിരിക്കും അത് നിൽക്കുന്നതെങ്കിൽ ഇതിനൊരു കൺസോളിഡേറ്റഡ് ബെനിഫിറ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. 2 ഹോളിസ്റ്റിക് ആയിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ ഫിസിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നു, വളരെ സ്ട്രോങ് ആവുന്നു എന്നുള്ളത് ഈ പറഞ്ഞ പോയിന്റ്സിലൂടെ സ്ട്രോങ് ആവുന്നു. അറ്റ് ദ സെയിം ടൈം മെന്റലി നമ്മൾ കുറച്ചുകൂടെ ഷാർപ്പൻഡ് ആകുന്നു, ഫോക്കസ്ഡ് ആകുന്നു. ഇപ്പൊ നമ്മൾ കുട്ടികളിൽ നമ്മളവിടെ കളരിയിലെ പെർഫോമിംഗ് ടീമുണ്ട്, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ടീമുണ്ട്, മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്ന ടീം മെമ്പേഴ്സ് ഉണ്ട്. അവരെല്ലാവരും സ്കൂളിലെ ടോപ്പേഴ്സ് ആണ്, ഓൾമോസ്റ്റ് നല്ല മാർക്കുകൾ മേടിച്ച് സ്കൂളിൽ നിന്ന് പാസ്സാകുന്ന കുട്ടികളാണ്. അപ്പം മെന്റലി അവരെ ഭയങ്കരമായിട്ട് ഷാർപ്പൻ ചെയ്യും, ഇമോഷണലി ബാലൻസ് ചെയ്യിപ്പിക്കും. ഇമോഷണൽ ബാലൻസ് ഇല്ലായ്മയാണ് പലപ്പോഴും പല പ്രശ്നങ്ങളുടെയും റൂട്ട് കോസ്. അപ്പൊ നമ്മൾ കൂടുതൽ കോൺഫിഡന്റ് ആവുന്നു, ഫിയർലെസ് ആകുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഇമോഷണലി കുറച്ചുകൂടെ ബാലൻസ്ഡ് ആകാൻ പറ്റും. ലൈഫിനെ ആസ് ഇറ്റ് ഈസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പല പ്രശ്നങ്ങളും നമ്മുടെ ക്രിയേഷൻസ് ആണ് പലപ്പോഴും ജീവിതത്തിനെ പല ഡയറക്ഷൻസിലേക്ക് കൊണ്ടുപോകുന്നത്. എപ്പോഴും നമ്മൾ പറയുന്ന ഒരു പ്രധാന പോയിന്റ് ആണ്, 1% ആക്ഷനും 99% അതിന്റെ റിയാക്ഷനുമാണ്. ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുന്നു, 99% നമ്മൾ അതിന്റെ റിയാക്ഷനാണ് പ്രശ്നത്തിനെ വഷളാക്കുന്നത്. അപ്പൊ ഇമോഷണലി നമുക്ക് ബാലൻസ്ഡ് ആകാൻ വേണ്ടി പറ്റുന്നു. അതേപോലെ തന്നെ സ്പിരിച്വലി നമ്മൾ എലിവേറ്റഡ് ആകും. ഈ സ്പിരിച്വാലിറ്റി എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ, ആ വേർഡ് തന്നെ വന്നിരിക്കുന്നത് എസ്പിരിറ്റോ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ്. എസ്പിരിറ്റോ എന്ന് പറയുന്നാൽ അതിന്റെ അർത്ഥം ശ്വാസം എന്നാണ്. അപ്പൊ സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും ഫൗണ്ടേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്വാസമാണെന്ന് നമ്മൾ തിരിച്ചറിയാം. നമ്മുടെ തന്നെ ഇന്റലക്റ്റിനെ, സ്വാഭാവിക മനുഷ്യന്റെ ഇന്റലക്റ്റിനെ കുറച്ചുകൂടെ സാധാരണ മനുഷ്യരിൽ നിന്ന് എലിവേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ കളരിപ്പയറ്റ് നമ്മൾ പഠിക്കുന്നതിലൂടെ നമ്മൾ ഒരുപാട് ക്വാളിറ്റീസ് കൂടെ ഇമ്പാബ് ചെയ്യുന്നു, വേറൊരു മാർഷൽ ആർട്ട് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ. ഇപ്പൊ കളരിയിൽ ഇറങ്ങുമ്പോൾ നമ്മൾ തൊഴുത് കയറൽ, അതായത് ഭൂമിയെ വന്ദിച്ച് നമ്മൾ ഉള്ളിലേക്ക് കയറുന്നു. അതുപോലെ തന്നെ നമ്മൾ പൂത്തറ വണക്കങ്ങൾ, ഗുരു ലീനിയേജിനെ വണങ്ങുന്നു. കാരണം ഈ നോളജ്, ഗുരു എന്നുള്ള വേർഡിൽ തന്നെ നമ്മൾ കളരികളിൽ അഭ്യസിക്കുന്ന എല്ലാ നോളജും ഒരു സ്ട്രീം ഓഫ് നോളജ് ആണ്, അതായത് ഒരു കുറെ പരമ്പരകളിലൂടെ കടന്നു വന്ന നോളജാണ്. അപ്പോൾ ഒരുപാട് ഗുരുക്കന്മാരെ നമ്മൾ നമസ്കരിക്കുന്നുണ്ട്, നോളജിനെ പ്രിസർവ് ചെയ്ത ആൾക്കാരെ നമ്മൾ നമസ്കരിക്കുന്നു. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് വാല്യൂസ് കൂടെ നമ്മൾ കളരി പരിശീലനത്തിനകത്ത് ഇൻസ്റ്റിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ വാല്യൂസ് എപ്പോഴും നോളജിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്, സ്പിരിച്വാലിറ്റിയിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു വാല്യൂ ആണ്. നമുക്കറിയാം, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ജാതി മത വർണ്ണ വർഗ ലിംഗഭേദങ്ങൾ ഒന്നും തന്നെ കളരിപ്പയറ്റിനെ ബാധിച്ചിട്ടില്ല. എല്ലാ മതവിശ്വാസികളും കളരിപ്പയറ്റ് പ്രാക്ടീസ്, കാരണം ഇത് കേരളത്തിന്റെ ഒരു ശക്തമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ആയിരുന്നു, ഒരു ആയോധന പദ്ധതിയായിരുന്നു. വടക്കൻ സമ്പ്രദായം എന്ന് പറയുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്ലാസിക് ആയിട്ടുള്ള നോർത്തേൺ ഭാഗത്തുള്ള പ്രാക്ടീസസ്, അതുപോലെ മധ്യ കേരള സമ്പ്രദായം എന്ന് പറയുന്ന പോലെ കേരളത്തിന്റെ മധ്യ കേരള ഭാഗത്തുള്ള പ്രാക്ടീസസ്, തെക്കൻ സമ്പ്രദായം എന്ന് പറയുന്ന സദേൺ പാർട്ടിൽ. അപ്പം ഈ പ്രാദേശിക ഭാഷാഭേദം പോലെ ഇതിന്റെ സ്റ്റൈൽ ഓഫ് കളരികളിൽ വ്യത്യസ്തത ഉണ്ട്. അപ്പൊ അത് അല്ലാതെ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് കേരളത്തിൽ ഉടനീളം അതിശക്തമായി വേരുകൾ ഓടിച്ച ഒരു ആയോധന കലാ സംവിധാനമാണെന്ന് മാത്രമല്ല അത് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു മാർഷൽ ആർട്ട് ഫോം കൂടിയാണ് കളരിപ്പയറ്റ്. ഇതുകൊണ്ടായിരിക്കും അല്ലേ കളരിയാണ് മദർ ഓഫ് മാർഷൽ ആർട്സ്. ബേസിക്കലി അത് വന്നിരിക്കുന്ന സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെ ബോധിധർമ്മൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഏഴാം അറിവിൽ ആ സിനിമയിലൂടെയാണ് അദ്ദേഹം വീണ്ടും ലൈം ലൈറ്റിലേക്ക് വന്നത്. ബോധിധർമ്മൻ പല്ലവ രാജ്യത്തിന്റെ 3ാമത്തെ പ്രിൻസ് ആയിരുന്നു, തൊണ്ടൈ മണ്ഡലം എന്നറിയപ്പെടുന്ന പല്ലവത്തിന്റെ. അപ്പൊ അദ്ദേഹത്തിന്റെ 50ാമത്തെ വയസ്സിന് ശേഷം ബുദ്ധമത സന്യാസിയായി അദ്ദേഹം രാജകീയ സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം സന്യാസത്തിലേക്ക് വന്നു, ബുദ്ധമത സന്യാസിയായി. ഏതാണ്ട് 5ാം നൂറ്റാണ്ടിൽ അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് യാത്ര തിരിച്ചു. അദ്ദേഹം ചൈനയിൽ ഒരു വലിയ സ്വീകരണം അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹം എത്തിച്ചേർന്നപ്പോൾ ഇന്ത്യയിൽ നിന്നൊരു ബുദ്ധമത സന്യാസി വരുന്നത് കൊണ്ട് ഒരുപാട് അറിയാൻ സന്യാസിമാരെല്ലാം കാത്തിരുന്നു. പക്ഷെ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല, എല്ലാം സൈലൻസ് ആയിരുന്നു. എംപറർ ഊഥാങ് എന്ന് പറയുന്ന ഊഥാങ് ചക്രവർത്തി അദ്ദേഹം മീറ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ പല ചോദ്യങ്ങൾക്കും വളരെ ശക്തമായ മറുപടി കൊടുത്തു. അതുകൊണ്ട് തന്നെ ആദ്യം അദ്ദേഹത്തിനെ സ്വീകരിച്ചില്ല ആരും. ഷാവോലിൻ ടെമ്പിൾസിൽ പോയി ബുദ്ധമത സന്യാസികൾ അദ്ദേഹത്തിനെ സ്വീകരിച്ചില്ല.
അതുകൊണ്ട് തന്നെ അദ്ദേഹം 9 വർഷം ഒരു കേവിനകത്ത് ഒരു ഡീപ്പ് മെഡിറ്റേഷനിലേക്ക് പോയി. വാൾ ഗേസിംഗ് മെഡിറ്റേഷൻ എന്ന് പറയപ്പെടുന്നു. ഇപ്പോഴും നമ്മൾ ഷാവലിൻ ടെമ്പിൾസിൽ പോയാൽ അദ്ദേഹം ധ്യാനിച്ചിരുന്ന കേവ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അവിടെ നിന്ന് അദ്ദേഹം 2 സ്ക്രിപ്റ്റേഴ്സുമായിട്ട് വന്നു. ഒന്ന് ഇജിങ് ജിങ് എന്നും ജിൻസായ് ജിങ് എന്നും പറയുന്ന 2 സ്ക്രിപ്റ്റേഴ്സ്. അത് ഇജിങ് ജിങ് ഒരു മാർഷൽ ആർട്ട് തന്നെയാണ്. ഇജിങ് ജിങ്ങിൽ നിന്നാണ് കെംപോ കരാത്തെ, ഷാവലിൻ കുങ്ഫു തുടങ്ങിയ ആയോധന കലകളെല്ലാം ഇൻസ്പയർഡായി ഇവോൾവ് ചെയ്ത് വന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാർഷൽ ആർട്ട് ഫോം ഇപ്പോൾ കേരളത്തിന്റെ അല്ലെങ്കിൽ തമിഴകത്തിന്റെ ഇവിടെ പ്രചരിച്ചിരുന്ന ആയോധന കലയുടെ നല്ല രീതിയിലുള്ള ഒരു സ്വാധീനം നമുക്ക് ചൈനീസ് മാർഷൽ ആർട്സിലെല്ലാം കാണാൻ വേണ്ടി പറ്റും. 18 അടവുകൾ അവിടെ 18 അർഹാട്സ് ആണ്. നമ്മുടെ അഷ്ടവടിവുകൾ, അതായത് അനിമൽ പോസ്റ്റേഴ്സ്, അവിടെ പല അനിമൽ ഫോംസ് ആണ്. അപ്പൊ അത് ഒരുപാട് സിമിലാരിറ്റീസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഞാൻ കേട്ടിട്ടുണ്ട് ചൈനയിൽ വളരെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫൈറ്റാണ് കളരി ഫൈറ്റ് എന്ന് പറയുന്നത്. മാർഷൽ ആർട്ട് ആണെന്നുള്ളത് കേട്ടിട്ടുള്ളത് ഇത് കാരണം കൊണ്ട്. അതെ, തീർച്ചയായിട്ടും. മനസ്സിലായി. ഇപ്പോ ഞാൻ അതുപോലെ തന്നെ കേട്ടിട്ടുള്ളതാണ് കളരി ചികിത്സ. ശരിക്കും എന്താണ് ഈ കളരി ചികിത്സ എന്ന് പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു വെൽ റൗണ്ടഡ് സ്റ്റഡിയാണ്. അതായത് നമ്മളൊരു മെയ്യൊരുക്കത്തിൽ നിന്ന് അല്ലെങ്കിൽ മെയ്പ്പയറ്റുകളിൽ നിന്ന്, ചുവടുകളിൽ നിന്നൊക്കെ ആരംഭിക്കുന്ന പരിശീലനം, ഫിസിക്കൽ ട്രെയിനിങ്ങിൽ നിന്ന് തുടങ്ങുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആയുധങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ചെറുവടികൾ, കുറുവടികൾ, നെടുവടികൾ, കഠാര, വാളും പരിചയം, ഉറുമിയും, ഒറ്റ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആയുധങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കളരിയുടെ മർമ്മങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ നമ്മൾ സംസാരിച്ച മർമ്മഭാഗങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. കളരിപ്പയറ്റാണ് ലോകത്തിലെ ഏക ആയോധന കല. ചികിത്സാ സമ്പ്രദായം കൂടിക്കലർന്ന ആയോധന കല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കളരിപ്പയറ്റാണ്. മർമ്മ ചികിത്സ, കളരി ചികിത്സ എന്ന് പറയുന്ന വലിയ സ്ട്രീം ഓഫ് ട്രീറ്റ്മെന്റ് സിസ്റ്റം നമുക്കുണ്ട്. അപ്പൊ ഈ ചികിത്സാ പദ്ധതി ഒരുപക്ഷെ നമുക്കറിയാം ഒരു വാർ ആർട്ടായിട്ട് തന്നെ ഇത് ഇവോൾവ് ചെയ്ത് വന്നതുകൊണ്ട് തന്നെ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് ഇഞ്ചുറീസ് ഉണ്ടായി അപ്പൊ തന്നെ അവർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക, അവർക്കുള്ള ചികിത്സ എന്നുള്ളത് അതിന്റെ കൂടെ തന്നെ കോ ഇവോൾവിംഗ് ആണ്. ഈ 2 ചികിത്സാ പദ്ധതികളും ഈ മാർഷൽ ആർട്ടിന്റെ കൂടെ ഇവോൾവ് ചെയ്ത് വരികയും ചികിത്സാ സമ്പ്രദായം കൂടി കലർന്ന ഒരേ ഒരു ആയോധന കലയായിട്ട് കളരിപ്പയറ്റ് മാറുകയും ചെയ്തു. ഇപ്പൊ സാറില് ഒരുപാട് ടെക്നിക്സ് ഉണ്ടല്ലോ കളരിപ്പയറ്റില്. അപ്പൊ സാറിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും പറയാൻ പറ്റുമെങ്കിൽ? അല്ല, ബേസിക്കലി പലരും പല മേഖലയിലാണ് എക്സ്പെർട്ടൈസ് ആയിരിക്കുന്നത്. കളരിപ്പയറ്റിൽ തന്നെ നമുക്ക് ഒരു കടൽ പോലത്തെ നോളജ് ആണ്, എല്ലാവരോടും ചോദിച്ചാൽ അറിയാം. അപ്പോൾ അത്തരം നോളജ് ഇരിക്കുന്നിടത്ത് നമ്മൾ ചില കാര്യങ്ങളിൽ എക്സ്പേർട്സ് ആണ്. ഫോർ എക്സാമ്പിൾ കളരിയിൽ, പ്രത്യേകിച്ച് തെക്കൻ കളരിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പൂട്ടുകളും പിരിവുകളും എന്ന് പറയുക, അല്ലെങ്കിൽ സെൽഫ് ഡിഫെൻസ് ടാക്ടിക്സുകൾ ഒരുപാടുണ്ട്. ഒരുപാട് അൺഎക്സ്പ്ലോർഡ് ആയിട്ട് കിടക്കുന്ന ഒരുപാട് മേഖലകളുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ കണ്ടാൽ അറിയാം, ഞാൻ ഒരുപാട് അത്തരം ടെക്നിക്സുകൾ ഞാൻ പ്രാക്ടീസ് ചെയ്യുകയും അത് ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിക്കാനും ഒക്കെ ശ്രമിക്കാൻ എനിക്കൊരു ചെറിയൊരു കൗതുകമുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ നമ്മുടെ പെർഫോമിംഗ് ടീമും വളരെ സ്ട്രോങ് ആണ്. അഗസ്ത്യത്തിന്റെ നല്ല രീതിയിൽ അവർ പെർഫോം ചെയ്യുന്നുണ്ട്. നേഷൻ വൈഡ് ഇന്റർനാഷണലി ഒക്കെ നമ്മൾ പോയി പല സ്ഥലങ്ങളിലും പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതൊരു വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു. ഒരുപാട് അതുപോലത്തെ വളരെ സ്മാർട്ട് ആയിട്ടുള്ള, ഐ തിങ്ക് എല്ലാ വേൾഡ് വൈഡ് ആണെങ്കിലും അത് എല്ലാവർക്കും ഒരു പ്രചോദനം തന്നെയാവും ഈ ഒരു കളരി ഫൈറ്റ് കൊണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് കളരി ഫൈറ്റ് മാർഷൽ ആർട്ട് പഠിക്കുന്നവർ ലൈഫ് ഫൈറ്റർ ആയിരിക്കും എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. ഫൈറ്റർ എന്നുള്ളതിനപ്പുറത്തേക്ക് അവര് ഞാൻ നേരത്തെ പറഞ്ഞ ഭയരാഹിത്യം, റെസിലിയൻസ്, ഇങ്ങനെയുള്ള ക്വാളിറ്റീസ് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും സാധാരണക്കാർ പാനിക്കായി പോകുന്ന പല സിറ്റുവേഷൻസിലും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അവര് അവധാനതയോടുകൂടി അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ഒരു സ്കിൽ അവരുടെ ഉള്ളിൽ തന്നെ അതുണ്ടാവും. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒരു വാറിയർ സ്പിരിറ്റ് ഉണ്ടാവും. ഈ വാറിയറിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാറിയേഴ്സ് ആണ് സിവിലൈസേഷൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. വാറിയേഴ്സ് ആണ് ചരിത്രം എഴുതിയിരിക്കുന്നത്. വാറിയേഴ്സ് എപ്പോഴും സമൂഹത്തിന് വേണ്ടി നിലനിൽക്കുന്നവരാണ്. ഒരുപക്ഷെ സമൂഹത്തിന് വേണ്ടി മരിക്കാനും വാറിയേഴ്സ് തയ്യാറാണ്. അപ്പോൾ വാറിയർ സ്പിരിറ്റ് എന്ന് പറയുന്നത് സൊസൈറ്റിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സ്പിരിറ്റ് ഓഫ് ആക്ഷൻ നമുക്ക് ഇന്ത്യയിൽ ആകമാനം കൊണ്ടുവരണം. അവരുടെ സമൂഹത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന, അവരുടെ സമൂഹത്തിന് സർവീസ് കൊടുക്കാൻ പറ്റുന്ന ഗിവിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലുള്ള ഒരു സൊസൈറ്റി, അതാണ് വാറിയേഴ്സ്. ആ വാറിയർ സ്പിരിറ്റ് വി നീഡ് ടു ഇഗ്നൈറ്റ് ഇറ്റ് ബാക്ക്. കാരണം ആയുർവേദം വീണ്ടും പറയുന്നു, ക്ഷമവാൻ ആപ്തോപ സേവി ഭവേത് ആരോഗ്യം. എന്താണ് ഹെൽത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെൻ യു സ്റ്റാർട്ട് സെർവിങ് അതേഴ്സ്, when you start giving, you are healthy. ഓക്കെ. ഇപ്പോൾ ഇത്രയും ഇൻഫർമേഷൻസ് ഉണ്ട് നമ്മളുടെ നെക്സ്റ്റ് ജനറേഷനിലുള്ളവർക്കും, ബിക്കോസ് പക്ഷേ ഈ സോഷ്യൽ മീഡിയാസ് ഒക്കെ ഉള്ളത് കൊണ്ട് കളരിപ്പയറ്റിനെ പറ്റി കൂടുതൽ അറിയാൻ ഒരു എന്താ പറയാ, ഒരു ഇൻഫ്ലുവൻസ് തന്നെയാണ് സോഷ്യൽ മീഡിയ. പക്ഷെ എന്നാലും നെക്സ്റ്റ് ജനറേഷനിലേക്ക് സാറിന് എങ്ങനെയാണ് ഈ ഒരു ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്? ഞാനിപ്പോൾ നെക്സ്റ്റ് ജനറേഷൻ ഉപയോഗിക്കുന്ന മാർഗങ്ങളിൽ കൂടെ തന്നെ ഇത് ഒരു ഓപ്ഷൻ ഉള്ളു. അവർ കൂടുതലും സോഷ്യൽ മീഡിയ ആണ് നോക്കുന്നത്. ഡിജിറ്റൽ വേൾഡിലാണ് എല്ലാവരും ജീവിച്ചിരിക്കുന്നത്.
AI ടെക്നോളജിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. സോ അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ശരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ബേസിക്കലി ഒരു മീഡിയ പേഴ്സൺ ആയിരുന്നത് കൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണോ സമൂഹം ചിന്തിക്കുന്നത് അതേ രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ അവരിലേക്ക് നമുക്ക് പല കാര്യങ്ങളും എത്തിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പം ഈ കളരിപ്പയറ്റ് പോലത്തെ ഒരു ഏറ്റവും മനോഹരമായിട്ടുള്ള ആയോധന കല അടുത്ത തലമുറ പഠിക്കണം എന്നുള്ളത് 100% ആണ്. ഇപ്പൊ പക്ഷേ പാരന്റ്സിന്റെ ഇടയിൽ നല്ല അവബോധമുണ്ട്. എല്ലാ കളരികളിലും ഒരുപാട് കുട്ടികൾ പഠിക്കാനായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഒരു നല്ലൊരു അവയർനെസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അത് കൂടുതൽ ശക്തിയായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും ജീവിതാനുഭവങ്ങളുള്ള ഒരാളാണ്. അപ്പൊ സാറിന്റെ ലൈഫിൽ ഏറ്റവും സാറിനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരാളാരായിരിക്കും? അച്ഛനാണ്. സനൽജി ഗുരുക്കൾ എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം മരിച്ചുപോയി. പക്ഷേ ഹി ഈസ് ദ ഇൻസ്പിറേഷൻ. ഞാൻ ഇന്ന് ഇങ്ങ് വരുന്ന വഴിയിൽ ഞാൻ സംസാരിച്ചുകൊണ്ട് വരുവാണ്. നമ്മുടെ ഫാദർ അല്ലെങ്കിൽ പാരന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ തലമുറകൾ എൻവിഷൻ ചെയ്യുന്നത് എപ്പോഴും ക്യാരി ഫോർവേഡ് ചെയ്ത് മുന്നോട്ട് പോവുകയാണല്ലോ. പലരും ചിന്തിക്കുന്ന ഒരു കാര്യം ഒരു തലമുറയിലൂടെ അടുത്ത തലമുറയിലൂടെ അത് മുന്നിലേക്ക് തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ നോളജ് എന്ന് പറയുന്ന സംഭവമുണ്ടല്ലോ, അറിവ് എന്ന് പറയുന്നതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇമ്മോർട്ടൽ ആണ്. അഗസ്ത്യനെ കുറിച്ച് നമ്മൾ ഇപ്പോഴും സംസാരിക്കുന്ന അഗസ്ത്യൻ ഒരു ഇമ്മോർട്ടൽ എന്നാണ് പറയപ്പെടുന്നത്. ഫിസിക്കൽ ബോഡി കൊണ്ട് ഇമ്മോർട്ടാലിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. നോളജ് ഷെയറിങ്ങിലൂടെ, നോളജ് സീക്കിങ്ങിലൂടെ, പുതിയ കണ്ടെത്തലുകളിലൂടെ പുതിയ തലമുറയെ നമുക്ക് കൂടുതൽ എൻലൈറ്റ് ചെയ്യാൻ പറ്റിയാൽ then you are immortal. ഓക്കെ. അപ്പൊ ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. കാരണം എനിക്ക് തന്നെ ഒരുപാട് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു ഇത്. ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് നന്ദി. നമ്മൾ പോലും അറിയാതെ നമ്മളെ ചേഞ്ച് ആക്കാൻ പറ്റുന്ന ഒരു മാർഷൽ ആർട്ടാണ് കളരി എന്നുള്ളത് എനിക്കിപ്പോ മനസ്സിലായി. ഒരുപാട് സന്തോഷം. ഇത് ഈ കാണുന്ന പ്രേക്ഷകർക്കും ഒരുപാട് പ്രചോദനമാവട്ടെ. Thank you. താങ്ക് യു സോ മച്ച്.